ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഏക്വിലൻ റിട്ടേൺസ് എന്ന മൂവി കണ്ടിരിക്കുകയാണ്. ഇപ്പൊ മൂവിയുടെ ചെറിയ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ചേട്ടാ ക്യാമറ ഓണാണ്. പറയടാ. ഏക്വിലൻ റിട്ടേൺസ് ജോൺ എബ്രഹാം, അർജുൻ കപൂർ അല്ലെ? തിരിച്ചു വരുമെന്നാണ് മൂവിയുടെ പറയുന്നത്. ഏക്വിലൻ റിട്ടേൺസ് അതൊക്കെ പറയാൻ പറ്റേ. അപ്പോ ഷംഷീറ, ഓക്കെ, ആ സിനിമ കാണാൻ ന്യൂ തിയേറ്ററിൽ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ സിനിമ കാണാൻ പോയപ്പോ ഞങ്ങൾക്ക് ആ സിനിമ കാണാൻ ഭാഗ്യമില്ല. നമ്മള് SL തിയേറ്ററിൽ പോയി തിയേറ്റർ റെസ്പോൺസ് ഒക്കെ പിടിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് സിനിമ കാണാനുള്ള മൂഡൊക്കെ പോയി, ആളില്ല. അത് പോട്ടെ. എന്നാലും പിന്നെ ഞാൻ ആലോചിച്ചു, ആ ഒരു ഹിന്ദി ചിത്രം ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു തമിഴ് സിനിമ കണ്ടു, ലെജൻഡ്. അത് പിന്നെ കുറെ മലയാള സിനിമകൾ കണ്ടു. അപ്പൊ എന്തുകൊണ്ട് ഒരു ഹിന്ദി സിനിമ നമ്മുടെ ചാനലിൽ ചെയ്തില്ല? പിന്നെ ഒരു കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് ദൈവദൂതനെ പോലെ അർജുൻ കപൂറും പിന്നെ ആരാ, ജോൺ എബ്രഹാം, അവര് വന്നു. ഇന്നലെ വന്നു, ലാൻഡ് ചെയ്തു. ഇന്നലെ ഷോ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അതൊന്നും പറയണ്ട വീട്. ഇന്നലെ ഷോ അടി. അതൊന്നും പറയണ്ട. നമ്മളിങ്ങനെ ഇന്ന് നമ്മള് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ എടുത്തു. മോശമല്ലാത്ത അഭിപ്രായമായിരുന്നു. അതൊക്കെ നിങ്ങള് വീഡിയോ വരും. അല്ല, വീഡിയോ ഉണ്ട്. ഇപ്പൊ ഗൈസ്, സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു, പോയി. ബാക്കി ഇവൻ പറയും. സത്യം പറഞ്ഞ ഏക്വിലൻ റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞ മൂവി അതിന് സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ടിക്കറ്റ് പോയി കൗണ്ടർ ചോദിച്ചപ്പം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഭാഗ്യമുള്ളതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പറ്റിയത്. ഭാഗ്യോ? ഇപ്പൊ ആലോചിക്കണ്ടാ, വേണ്ടായിരുന്നു. സത്യമാണ് ഗൈസ്, കാരണം നമ്മൾ കുറച്ചും പ്രതീക്ഷിച്ചു. പ്രതീക്ഷയില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിലെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ അങ്ങ് പോയി. വലിയ ഇതായിട്ടൊന്നും എടുത്തു പറയാൻ ഫസ്റ്റ് ഹാഫിലില്ല. പക്ഷെ പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല ബോറായിരുന്നു. എങ്ങനെ കണ്ടിരുന്നു സത്യം പറഞ്ഞ. പിന്നെ ഫുള്ള് തീരുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങി ഇടയ്ക്ക് വെച്ച്. പിന്നെ ചേട്ടൻ പറഞ്ഞ് തിരിച്ചു കയറാം. അത് കോമഡി ആയിരുന്നു. നമ്മള് സിനിമ സെക്കൻഡ് ഹാഫ് ആയപ്പോ ക്ലൈമാക്സ് രംഗം ഇവൻ പറഞ്ഞു, ചേട്ടാ ഇറങ്ങിപ്പോയാലാ. അപ്പൊ എന്നെ വിളിച്ചോണ്ട് ഒറ്റ പോക്ക്. എടാ നിന്റെ നമ്മള് പൈസ കൊടുത്ത് കേറിയതല്ലേ, അപ്പൊ നമ്മള് ഫുള്ള് കണ്ടിട്ട് ഇറങ്ങാം. അതാണ്, നമ്മള് പൈസ കൊടുത്തല്ലേ, നമുക്ക് സഹികെട്ടിട്ടാണെങ്കിൽ നമ്മളവിടെ ഇരുന്നല്ലേ പറ്റൂ. ഇറങ്ങേണ്ട. എനിക്ക് ലെജൻഡ് എന്ന് പറയുന്ന സിനിമ ആണ്. ലെജൻഡ് എന്ന് പറയുന്ന സിനിമ എനിക്കും ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. പൈസ കൊടുത്തേണ്ട. അപ്പൊ നമ്മള് ഒരു കാര്യം, ഇത്രയും സിനിമകൾ കാണുന്നത് ഞങ്ങളെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിട്ടും കൂടെയാണ് അല്ലേ. ക്ലൈമാക്സിൽ കാണാനുള്ള ഒരു ത്രാണി നമുക്കില്ലായിരുന്നു. സത്യം പറഞ്ഞ എന്തിനാണ് ഒരു സിനിമ ഇറക്കിയെന്നൊരു ഫീലായിരുന്നു സത്യം. ഏക്വിലൻ നല്ലൊരു മൂവി ആയിരുന്നു. ഞാൻ കണ്ട, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പാട്ടെല്ലാം നല്ല പാട്ടുകളും, പിന്നെ വില്ലൻ നടൻ എല്ലാം നല്ല രീതിയിൽ, നായിക എല്ലാം നല്ല രീതിയിൽ വന്നൊരു മൂവിയായിരുന്നു. അത് സ്റ്റോറി ആയാലും പാട്ടുകളും. പിന്നെ ഒരു കാര്യം കൂടെ, ഹിന്ദി സിനിമ ഞാൻ അധികം കാണാത്തൊരു വ്യക്തിയാണ്. പിന്നെ കുറച്ചൊക്കെ കാണുള്ളൂ. ഷാറുഖ് ഖാൻ, കുറച്ച് നടന്മാരെ സിനിമകളും പിന്നെ കുറച്ചൊക്കെ കാണുമെങ്കിലും ഇവനാണ് ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ കാണുന്ന ഒരു വ്യക്തി. പിന്നെ ഹിന്ദി സിനിമ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ആ ജീവനുള്ളവനാണ് ഇപ്പൊ ജീവനില്ലാത്ത പോലെ നിൽക്കുന്നത്. അല്ലടാ സത്യം. കാരണം ഏക്വിലൻ നല്ലൊരു മൂവി. അതിന്റെ ഒരു അവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കാണായിരുന്നു, അടുത്ത് എന്ത് നടക്കും. എന്നിട്ട് എന്ത് നടന്നായി? ഒന്നും നടന്നില്ല. സത്യമാണ് ഗൈസ്. നിങ്ങൾ പൈസ കൊടുത്താണ് കാണുമെങ്കിൽ ഇതിന് പോവാതിരിക്കുന്നത് ഭേദമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടൊക്കെ സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫില് തുടങ്ങുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. ആ പാട്ട് മാത്രമാണ് സിനിമയിൽ കൊള്ളായിരുന്നത്. അല്ലാതെ പിന്നെ മൂവിൽ BGM എന്നൊക്കെ പറയും, ഫസ്റ്റിൽ അതേ BGM ഒക്കെ ചെറുതൊരു ഓൾട്ടർ വരുത്തി ഇതിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു എന്തോ ഇങ്ങനൊരു സിനിമ. അത് ഏക്വിലൻ റിട്ടേൺസ് എന്നും പറഞ്ഞു പേരൊക്കെ മാറ്റി കൊടുക്കായിരുന്നു. അല്ല, സിനിമ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പാർട്ട് 1 ഒരു 2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വലിയൊന്നുമില്ല. വേറെ എന്തൊക്കെയോ കഥയൊക്കെയാണ് അല്ലേ. കഥ ഇല്ലായിരുന്നെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒന്ന് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു മൂവി. നിങ്ങൾ ഈ മൂവി കാണരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. പ്രൊമോട്ട് നെഗറ്റീവ് പറയല്ല. സീരിയസ് ആയിട്ട് നമ്മളെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. സിനിമ കാണാനാകെ 12 പേരൊക്കെ എന്തോ ഉണ്ടായിരുന്നു. ഭാഗ്യം. പക്ഷെ ഇപ്പൊ നിർഭാഗ്യമായി തോന്നുന്നു. എന്ത് പറയണമെന്ന് അറിയത്തില്ല. വെച്ച് കൊടുത്ത് ഇനി
നല്ലൊരു സിനിമ എന്തായാലും കാണും എന്ന് വിചാരിക്കുന്നു. ഹിന്ദി സിനിമ ഒരു കംബാക്ക് മൂവി എന്തായാലും പ്രതീക്ഷിക്കുന്നു. അമീർ ഖാന്റെ മൂവിയൊക്കെ വരുന്നുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അല്ലെ കുഴപ്പമില്ല, സിനിമകളാകുമ്പം എന്തു പറയാനാ, ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ വെയിറ്റിംഗ് ആണ്. അടുത്ത മാസം പക്ഷെ നമ്മളിങ്ങനെ സിനിമയുടെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മളൊരു സിനിമ കണ്ടു, നമുക്ക് തൃപ്തിയായില്ല, നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ കേട്ടോ ഗൈസ്. ഇനി അടുത്ത ദിവസം കുറെ സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു അപ്ഡേറ്റുമായിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ്. ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, നമ്മൾ മാക്സിമം കാണുന്നതാണ്. പിന്നെ അടുത്ത മാസം കുറച്ച് തിരക്കാണ്, എന്നാലും നിങ്ങളുടെ മുമ്പിൽ മാക്സിമം വീഡിയോസ് ഒക്കെ എത്തിക്കുന്നതാണ്. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ മാത്രം കാണാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു ഗൈസ്.